أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا صدق الله العظيم. الفرقان 30. وقال الرسول, റസൂൽ പറയുകയും ചെയ്തു അഥവാ പറയുകയും ചെയ്യും. യാ റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി, നിശ്ചയം എൻ്റെ ജനം അല്ലെങ്കിൽ എൻ്റെ ജനത, ഇത്തഖദു, അവർ സ്വീകരിച്ചു, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ, മഹ്ജൂറ, വെടിയപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഒച്ചപ്പാട് ആയിട്ട്, ബഹളമായിട്ട് അല്ലെങ്കിൽ അകറ്റപ്പെട്ടതായിട്ട് എന്നൊക്കെ രണ്ടും അതിൻ്റെ അർത്ഥമാണ്. മുകളിൽ പറഞ്ഞത് പിശാചുക്കൾ ഞങ്ങളെ ഈ നരകാവകാശികൾ വിരല് കടിക്കും, എന്നിട്ട് അവനെ കൂട്ടുകാരനാക്കിയിട്ടില്ല എന്നെങ്കിൽ നന്നായിരുന്നു, റസൂലിൻ്റെ കൂടെ കൂടിയാൽ നന്നായിരുന്നു, കൂട്ടുകാരൻ എന്നെ വഴിതെറ്റിച്ചു, ഇങ്ങനെയൊക്കെ പരിഭവം പറഞ്ഞ് കേഴുകയാണ്. അപ്പോൾ റസൂലിൻ്റെ മറുപടി, ഇതെപ്പോഴാണ് ഈ മറുപടി പറയുക? റസൂലുള്ളമാരോട് അല്ലാഹു തആല ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ അഅറാഫിൽ, വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. ആരിലേക്കാണോ അയക്കപ്പെട്ടത് അവരോടും ചോദിക്കും, അവരോടും ചോദിക്കും, അവർ റസൂലുള്ളമാരോട് ചോദിക്കും. അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ്. അതുപോലെ സൂറത്തുൽ മാഇദയിൽ, യൗമ യജ്മഉല്ലാഹു റുസുല ഫയഖൂലു മാദാ ഉജിബ്തും, റസൂലുമാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് നൽകപ്പെട്ടത്? അവിടെ പറയുന്നത് ഖാലു ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഇവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് പിന്നെ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ പ്രത്യേകം ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രത്യേകം അന്വേഷിക്കുന്നതും അവിടെ പറയുന്നുണ്ട്. അതുപോലെ എല്ലാ ഉമ്മത്തിൻ്റെയും സാക്ഷിയായിട്ട് അതാത് റസൂലുമാരെ കൊണ്ടുവരും എന്ന് സൂറത്തുൻ നിസാഇൽ നമുക്ക് കാണാൻ കഴിയും. ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹഉലാഇ ഷഹീദ. ഇങ്ങനെ ഏതോ ഒരു സന്ദർഭത്തിലാണ് ഈ നിഷേധികൾ പറയുന്നതിൻ്റെ മറുവശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ വാചകം വരുന്നത്. ദുനിയാവിൽ വെച്ച് നിഷേധികൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഉദാഹരണമായി സൂറത്ത് ഫുസ്സിലത്തിൽ, വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി, നിഷേധികൾ പറഞ്ഞു, ഖുർആൻ കേൾക്കരുത്, അത് കേൾക്കുമ്പോൾ ബഹളം വെക്കുവീൻ, അഥവാ അതാർക്കും കേൾക്കാൻ വയ്യാതെയാക്കുവീൻ എന്നൊക്കെയാണ് അർത്ഥം. ഏതായാലും റസൂലുള്ള പറയുകയാണ്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ ഇവർ അവഗണിക്കപ്പെട്ടതായി അല്ലെങ്കിൽ ഒരു ബഹളമായി കാര്യത്തിലെടുക്കാതെ ആണ് സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. ഇത് നിഷേധികളുടെ കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് വളരെയധികം ഭയമുണ്ടാക്കുന്ന വർത്തമാനമാണ്. ഇമാം ഇബ്നു കസീർ ഇങ്ങനെ ബഹളം കൂട്ടൽ ഖുർആനിനെ മഹ്ജൂറാക്കലാണ്. അതുപോലെ അതിൽ വിശ്വസിക്കാതിരിക്കൽ അതിനെ മഹ്ജൂറാക്കലാണ്. അതുപോലെ തെർക്കു ഈമാനിഹി വ തസ്ദീഖിഹി മിൻ ഹജ്റാനിഹി, വിശ്വസിക്കാതിരിക്കലും സത്യപ്പെടുത്താതിരിക്കലും അതിൻ്റെ ഹുജ്റാൻ അഥവാ അതിനെ അവഗണിച്ച് തള്ളലിൽ പെട്ടതാണ്. അതോടെ തീർന്നില്ല. ഇമാം ഇബ്നു കസീർ പറയാം, വ തെർക്കു തദബ്ബുരിഹി വ തഫഹുമിഹി മിൻ ഹജ്റാനിഹി, അതിനെ ആഴത്തിൽ പഠിക്കലും മനസ്സിലാക്കലും വേണ്ടാന്ന് വെക്കൽ, അതും റസൂൽ വിരൽ ചൂണ്ടുന്ന ഈ ഹുജ്റാനിൽപ്പെട്ടതാണ്. വ തെർക്കുൽ അമല ബിഹി വംതിസാലി അവാമിരിഹി വജിത്തിനാബി സവാജിരിഹി മിൻ ഹുജ്റാനിഹി,
അത് പ്രാവർത്തികമാക്കാതിരിക്കലും അതിൻ്റെ കൽപ്പനകൾ പാലിക്കലും അതിൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാതിരിക്കലും അതിൻ്റെ ഹുജ്റാനിൽപ്പെട്ടതാണ്. വൽ ഉദൂലു അൻഹു ഇലാ ഗൈരിഹി മിൻ ഷിഅരിൻ ഔ ഖൗലിൻ ഔ ഗിനാഇൻ ഔ ലഹ്വിൻ ഔ കലാമിൻ ഔ തരീഖത്തിൻ മൗഖൂദത്തിൻ മിൻ ഗൈരിഹി മിൻ ഹുജ്റാനിഹി. അതിൽ നിന്ന് തെറ്റിയിട്ട് വേറെ പാട്ടിലേക്ക്, കവിതയിലേക്ക്, വർത്തമാനത്തിലേക്ക്, അല്ലെങ്കിൽ വിനോദത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എടുക്കപ്പെടുന്ന രീതികളിലേക്ക് ഒക്കെ മാറിപ്പോകലും മിൻ ഹുജ്റാനിഹി, അതിൻ്റെ ഹുജ്റാൻ അഥവാ പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നതിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഫനസ്അലുല്ലാഹു അൽ കരീം അൽ മന്നാൻ അൽ ഖാദിർ അലാ മൻ യശാഉ അൻ യുഖല്ലിസന മിമ്മാ യസ്ഖുതുഹു വയസ്തഅമിലന ഫീഹി മാ യർലീഹി മിൻ ഹിഫ്ളി കിതാബിഹി വഫഹ്മിഹി വൽ ഖിയാമി ബിമുഖ്തലാഹു ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാരി അലാ വജ്ഹില്ലദീ യുഹിബ്ബു വയർലാ ഇന്നഹു കിതാബുൻ കരീമുൻ വഹാബ്. ഇതൊരായത്തിൻ്റെ തഫ്സീറാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ തഫ്സീറല്ല, അത് അദ്ദേഹത്തിനെ തന്നെ എഫക്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ്. അള്ളാഹുവിനോട് ഞങ്ങൾ ഔദാര്യവാനായ എല്ലാം കഴിയുന്നവനായ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹു കോപിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കാൻ, അതുപോലെ അവന് തൃപ്തിയുള്ള കിതാബിനെ ഹിഫ്ലാക്കാനും അത് മനസ്സിലാക്കാനുമൊക്കെ ഞങ്ങളെ പ്രവർത്തിപ്പിക്കാൻ, അതുപോലെ അതിൻ്റെ ആവശ്യങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ, അതുപോലെ രാവും പകലും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവന് പ്രിയപ്പെടുന്ന വിധം അതിന് വേണ്ടത് നിറവേറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ആയത്തിൻ്റെ വ്യാഖ്യാനമല്ലാതെ അതിൻ്റെ അപ്പുറം തൻ്റെ ആത്മപ്രകാശനം നടത്തുകയാണ്. വേറെയും ഇമാമുകൾ അങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഇബ്നുൽ ഖയ്യിമിനെ ഉദ്ധരിക്കുന്നുണ്ട് മറ്റു മുഫസ്സിറുകൾ ചിലർ. അദ്ദേഹം പറയാണ്, ഹജ്ർ ഈ പറഞ്ഞ തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞ ഹജ്ർ പലതുണ്ട്. അതിലൊന്ന് അത് കേൾക്കാതെയും വായിക്കാതെയും ഇരിക്കലാണ്, അഥവാ പാരായണം ചെയ്യാതിരിക്കലും ഖുർആൻ കേൾക്കാതിരിക്കലുമാണ്. രണ്ടാമത്തേത് ഹജ്റുൽ അമലി ബിഹി വൽ വഖൂഫ് ഇൻദ ഹലാലിഹി വ ഹറാമിഹി, അതിലെ പ്രവൃത്തി അത് പ്രാവർത്തികമാക്കുന്നത് ഉപേക്ഷിക്കലാണ്, അഥവാ അത് ഹലാലാക്കിയതും ഹറാമാക്കിയതും ആ വരച്ച വരയിൽ നിൽക്കൽ ഉപേക്ഷിക്കലാണ്, അതും ഹജ്ർ തന്നെയാണ്. അതുപോലെ സാലിസുഹ ഹജ്റു തഹ്കീമിഹി വ തഹാക്കുമു ഇലൈഹി ഫി ഉസൂലി ദീനി വ ഫുറൂഇഹി, ദീനിൻ്റെ അസ്ലിലും ഫർഇലും അതിനനുസരിച്ച് വിധി കൽപ്പിക്കൽ വേണ്ടാന്ന് വെക്കൽ, അതും അതിൻ്റെ ഹജ്റിൽപ്പെട്ടതാണ്. നാലാമത്തേത് ഹജ്റു തദബ്ബുരിഹി വ തഫഹുമിഹി, അതിനെ ആഴത്തിൽ പഠിക്കലും മനസ്സിലാക്കലും വേണ്ടാന്ന് വെക്കൽ ഹജ്റാണ്. കുല്ലു ദാലിക ഹാദാ ഫീ ദഖലി ഫീ ഹാദിഹിൽ ആയ, ഇതൊക്കെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽപ്പെട്ടതാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതായി പല തഫ്സീറുകളിലും ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ചുരുക്കത്തിൽ ഇത് ഇവിടെ പറയുന്നത്, അല്ലാഹു തആല ഇതിവിടെ പറയുന്നത് നിഷേധികളെ, നരകാവകാശികളുടെ കാര്യമാണെങ്കിൽ ഈ വിരൽ ചൂണ്ടൽ അവരിലേക്ക് മാത്രമാകുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ വാഹകരായിട്ട് അത് പഠിക്കാതെ, അറിയാതെ, പഠിക്കാൻ താല്പര്യം കാണിക്കാതെ, പ്രാവർത്തികമാക്കാൻ താല്പര്യം കാണിക്കാതെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരുടെ നേർക്കുമായിരിക്കും ആ വിരൽ ചൂണ്ടൽ എന്ന് വിശദീകരിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. രണ്ടെണ്ണം ഞാൻ ഉദ്ധരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് വെച്ച് കുറ്റപ്പെടുത്തുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ബുദ്ധിയും കഴിവുകളും സമയവും സമ്പത്തുമൊക്കെ പരിശുദ്ധ ഖുർആനിലേക്ക് തിരിക്കുവാൻ അവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിനുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.